ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ 2024 കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ ഡിസംബർ 2024 എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ പിക്കച്ചാം റീഡിങ്ങിൽ കാണുന്നത് പോലെ തന്നെ 3 ചാംസ് നിങ്ങൾക്കുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2ൻ്റേത്, ഇത് ഗ്രൂപ്പ് 3ൻ്റേത്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒരു ചാം ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനുള്ള 2 ഗ്രൂപ്പുകളിലെയും റീഡിംഗ് കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന മെസ്സേജസ്, സന്ദേശങ്ങളും ഗൈഡൻസും നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി, ഇങ്ങനത്തെ റീഡിങ്ങിനിൽ നിന്ന് ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും ആണ് എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് കേട്ടോ. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഇതിലെ ചാം ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സ് വളരെ സ്വസ്ഥമാക്കി കണ്ണുകളടച്ച് നിങ്ങളുടെ ചാം ചൂസ് ചെയ്യാം. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 2024 എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ഡിസംബർ 2024 എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമാധാനം നിറഞ്ഞ ഒരു മാസമാണ് കേട്ടോ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ടെൻഷനും അങ്ങനെ ഒരുപാട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൊരു സമയമായിരിക്കും. ഓക്കെ, ആ സ്ട്രെസ്സും പിന്നെ ടെൻഷനിൽ നിന്നെല്ലാം നിങ്ങൾ ഫൈനലി നിങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിൽ നിന്ന്, അതിൻ്റെ പിടുത്തത്തിൽ നിന്ന്. ഓക്കെ, ക്ഷമിക്കണം, ഇവിടെ റൂട്ടിൽ കൂടെ ഒരു എന്താ പറയുക, ഒരാൾ പോകണ്ടായിരുന്നു, അതാണ് ആ ശബ്ദം കേട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാളും ഞാൻ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിനെ പൊതുവായി കുറിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ടെൻഷനും ഉറക്കമില്ലായ്മ, ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അതിൽ നിന്ന് മാറി പൊതുവെ സമാധാനം നിറഞ്ഞ ഒരു മാസമാണ് നിങ്ങൾക്ക് ഡിസംബർ 2024 ആയിരിക്കുക. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഡിസംബർ 2024 എങ്ങനെയായിരിക്കും? നിങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, ഈശ്വരൻ്റെ ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങളത് അനുഭവിച്ചറിയും ഡിസംബർ മാസത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും, ഓക്കെ, നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ, അത് ഏത് മേഖലയിലായാലും, നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലാണെങ്കിലും വേറൊരു വ്യക്തി അതിലിടപെട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ദോഷം വരുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് വിജയകരമാവില്ല. നിങ്ങളെ അതിൽ നിന്നെല്ലാം ഈശ്വരൻ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു മാസമാണ് ഡിസംബർ 2024. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് എനർജി, ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി, ഈവിൾ എനർജിയിൽ നിന്നെല്ലാം നിങ്ങളെ വളരെയധികം ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മാസമാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള ചിലപ്പോൾ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ വിചാരങ്ങൾ, ഓക്കെ, ചിന്തകൾ, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്തു പോരുന്ന ചില പ്രവൃത്തികൾ, അത് പക്ഷേ നിങ്ങൾക്ക് ദോഷമാവുന്നുണ്ടാകും. നിങ്ങളുടെ എനർജീനെ അതിങ്ങനെ എന്താ പറയുക, പുറകോട്ട് വലിക്കുന്ന തരത്തിലായിരിക്കും, ലോ വൈബ്രേഷനിലാക്കുന്ന തരത്തിലായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽ ആയി നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറുന്ന ഒരു മാസമാണ് നിങ്ങളുടെ 2024 ഡിസംബർ മാസം. ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണെന്നാണ് ഞാൻ കാണുന്നത്.
ക്ലാരിഫൈ ദ 4 of Cups. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ചിലവർക്ക് ഇത് ഒരു റിലേഷൻഷിപ്പാണെന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പണമായിട്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഒരു ഉയർച്ച നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണം. അതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം. അതാണ് നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി എങ്കിൽ അതിനുള്ളൊരവസരം നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഓക്കെ, അതല്ല നിങ്ങളൊരു വളരെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒന്നില്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും, ചിലർ സാമ്പത്തികപരമായിട്ടാണ് ചിന്തിക്കുന്നത്, ചിലരൊരു റിലേഷൻഷിപ്പാണ് നോക്കുന്നത്, അങ്ങനെ ഒരു പാർട്ട്ണറെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയണ്ടേ അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിങ്ങനെ ഒരുപാട് നിങ്ങളെ മനസ്സിനെ അനാവശ്യമായി ഭയപ്പെടുത്തുന്ന വ്യാകുലതകൾ ഉണ്ടാക്കുന്ന കുറേ ചിന്തകളുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ഡിസംബർ മാസത്തിലെത്തുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ നേടുകയാണ്. നിങ്ങൾ അതിലേക്കൊന്നും പിന്നെ അത്തരത്തിലൊരു ടെൻഡൻസിലേക്കൊന്നും നിങ്ങൾ തിരിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം തരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം തരുന്നതെന്ന് പറയണേ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ കുറേ നാളായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരിയറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകാതെ നിങ്ങളിങ്ങനെ വളരെയധികം ടെൻഷനുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച്. പക്ഷെ നിങ്ങൾക്ക് ഒരു പുരോഗതി, ഒരു വളർച്ച അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതേത് മേഖലയിലാണോ അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു അവസരം കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചോയ്സ് കിട്ടുകയാണ്. നിങ്ങൾ ആ ചോയ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾ ആ ഒരു സ്തംഭനാവസ്ഥ അനുഭവിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വളരെയധികം ഏത് മേഖലയിലാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത്, ഈ ഒരു സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് വരണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ ആ അവസരവും ആ ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ അതുമായി മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ഒരു സോൾമേറ്റിനെ നിങ്ങൾ പരിചയപ്പെടാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ മുന്നുണ്ടായിട്ടുള്ളതാണ് എങ്കിൽ ആ വിഷമങ്ങളിൽ നിന്നെല്ലാം, ആ മുറിവുകളിൽ നിന്നെല്ലാം ഒക്കെ നിങ്ങൾ എന്താ പറയുക, അതൊക്കെ റിലീസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു മാസമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റും ഈ ഒരു മാസം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലായിരിക്കും നിങ്ങൾ കൂടുതൽ സമയം ഈ ഒരു ഡിസംബർ മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലൊക്കെ അനുഭവിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. പുരോഗതി ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിലൊരു ഫോർവേഡ് മൊമെൻ്റ് ഉണ്ട്. ഈ പുരോഗതിയെക്കുറിച്ച് കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ പുരോഗതിയെക്കുറിച്ച് കൂടുതലായി പറയുന്നതാണ് സൺ കാർഡ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം 2024. ഓക്കെ, ഒരുപാട് നല്ല എനർജിയാണ്. സൺ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നാണ് ഞാനെപ്പോഴും പറയാം. ആ ഒരു മാസമാണ്. ഓക്കെ, കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത്, ഒരു പുതിയ തുടക്കമാണിത്. അതായത് എല്ലാ തരത്തിലും പുതിയ തുടക്കം, അങ്ങനത്തെ ഒരു മാസമാണ് ഈ ഡിസംബർ മാസം എന്ന് കാണുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില അവസരങ്ങളിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളെ തന്നെ ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.
അവസരവുമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് അതിൽ നിന്ന് ഉണ്ടാവുക. എന്തൊക്കെ ടെൻഷൻ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിരിക്കും. ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്, പുതിയ അധ്യായങ്ങൾ വരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നു. മാത്രമല്ല നിങ്ങൾ ക്ലിയർ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളും നടക്കാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഓക്കെ, വളരെ ഒരു ടവർ മൊമെൻ്റ് ആണെങ്കിൽ കൂടെ അതൊരു ഭയപ്പെടുത്തുന്നതല്ല, നിങ്ങൾക്ക് നല്ലതിനാണ് അത് സംഭവിക്കുന്നത്. അത് ഈ ടവർ മൊമെൻ്റ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിലൂടെയാണ്. ഓക്കെ, ഒരു കിങ് ഓഫ് കപ്സ് എനർജി, അതായത് വാട്ടർ സൈൻ മസ്കുലിൻ എനർജി, ക്യാൻസർ, പൈസിസ്, സ്കോർപ്പിയോ അവരുടെ സൺമൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കിങ് ഓഫ് കപ്സ് എന്തിനാണ് ഗ്രൂപ്പ് 1നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ടവർ മൊമെൻറ്റിൻ്റെ എനർജി കാണിക്കുന്നത്? അത് വളരെ നല്ലൊരു ഗുഡ് ന്യൂസാണ് അവർ കൊണ്ടുവരുന്നത്. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് ദോഷമുള്ളൊരു കാര്യമല്ല, നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് അത്. അപ്പോൾ ഒരു തരത്തിലൊരു ഇൻവിറ്റേഷനോ എന്തെങ്കിലും ആയിരിക്കും. അതായത് അവർ നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവർ അത് നൽകുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരുപാട് വിജയം, നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, അതുപോലെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതി, ഞാൻ കരിയറിനും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് ഉന്നതി നൽകുന്ന, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന, അങ്ങനെ എന്താ പറയുക, ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന, നിങ്ങൾക്കൊരു വലിയ വിജയമായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ഒരു നല്ല വാർത്തയാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് മസ്കുലിൻ എനർജി, ക്യാൻസർ, പൈസിസ്, സ്കോർപ്പിയോ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിനെ അറിയാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതായത് 2 സാധ്യതകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിനെ അറിയാം, നിങ്ങൾക്ക് പണ്ട് പരിചയമുള്ളതാണ്, അതായത് ഓൾറെഡി പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്, പക്ഷേ അവരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു അവസരം തരുന്നത്. നിങ്ങളെക്കാളും മുതിർന്നൊരു വ്യക്തിയാണ്, നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും കരുതലൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ഫ്രണ്ട്ലി എനർജിയാണ് നിങ്ങളുടെ 2 പേരുടെ ഇടയിൽ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഒരുപാട് കാലമായിട്ട് പരിചയം നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ആ വ്യക്തിയെ കാണുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ സോൾ ട്രൈബിൽ, ഒരേ സോൾ ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അവരെന്ത് വാർത്തയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത് എന്ന് അവരാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട്, അതായത് ഈ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിൽ നിങ്ങൾ വളരെ സ്റ്റക്കാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുമെന്നുള്ള ഭയം കൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു പ്രത്യേക മേഖലയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഡിസംബർ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ അതിൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട് ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ. അപ്പോൾ അത് വരുത്താനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ഒരു മാറ്റം വരാതെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ, അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന വ്യക്തിയാണ് ഈ കിങ് ഓഫ് കപ്സ്. ഓക്കെ, അതൊരു റൊമാൻറ്റിക് കണക്ഷനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ വ്യക്തി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സഹായിക്കും, ഒരു സൗഹൃദമാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയുന്ന ആളായിരിക്കാം, നിങ്ങളെക്കാളും മുതിർന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സോൾ ഫാമിലിയിൽ പെട്ട ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് അവിടുന്ന് പുറത്തേക്ക് വരാനായിട്ട്. അവരാണ് വഴി കാട്ടുന്നത്. ഇതിലൂടെ നിങ്ങൾ പോകുന്നുള്ളൂ, ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു ഫോർവേഡ് മൊമെൻ്റ് ഉണ്ടാവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുരോഗതി, ഫോർവേഡ് മൊമെൻറ്റുകളാണ് ഉണ്ടാവുന്നത്, നല്ല നല്ല കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്, ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ
അതിനെ എതിര് നിൽക്കാതെ ആ മാറ്റത്തിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അടിമുടി മാറ്റം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തിയായിട്ട് കൊണ്ടുവരുന്ന അവസരമല്ല, ഓക്കെ, അവർ കൊണ്ടുവരുന്ന നല്ല വാർത്തയല്ല. നിങ്ങൾക്കത് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഈ വ്യക്തി എന്താ പറയുക കൊണ്ടുവരുന്ന ഈ ഒരു അവസരം എനിക്ക് നല്ലതാണ്, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന്. അപ്പോൾ ആ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഫൈനലി എന്ന ഒരു മെസ്സേജ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ ആൻസൈറ്റീനെ അല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങളെപ്പോഴും വിശ്വസിക്കേണ്ടത്, ആൻസൈറ്റീനെ അല്ല. ഇൻറ്റ്യൂഷൻ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരു അവസരം വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുക. നിങ്ങൾ മസ്റ്റായിട്ടും ഈശ്വരനെ വിശ്വസിച്ച് സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം നിങ്ങൾ അനുഭവിക്കും. സാമ്പത്തികമായിട്ടൊരു ഉന്നതി, വിജയം, കാര്യവിജയം ഞാൻ എടുത്തു കേൾക്കുന്നുണ്ട്, ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഏത് മേഖലയിലാണോ നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരും, നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പുതിയ തുടക്കം ആണ് ഈ ഒരു വ്യക്തിയിലൂടെ ഉണ്ടാവുന്നത് ഈ ഡിസംബർ മാസത്തിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ 2024 വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ ഈ 2024 യാത്ര പറഞ്ഞ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും നല്ല മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. എപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഭയവും നിങ്ങളുടെ ഉള്ളിലെ ടെൻഷനും കൊണ്ടുണ്ടാവുന്ന വിചാരങ്ങളിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മെസ്സേജസ്, ആ ഒരു ഗട്ട് ഫീലിങ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഓക്കെ, ഈശ്വരിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഈ മാറ്റങ്ങൾ കാണുക. പൊതുവേ നിങ്ങളുടെ ഈ ഒരു മാസം വളരെ, ഞാൻ പറഞ്ഞ പോലെ, വളരെ സമാധാനം നിറഞ്ഞതാണ്. നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഡിസംബർ മാസത്തിൽ നിങ്ങൾ ആ ഒരു ഏരിയയിലൊക്കെ ഒരു മനസ്സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇനി മുന്നോട്ട് പോകുന്തോറും കൂടുതൽ മനസ്സമാധാനമാണ് ഞാൻ കാണുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 കളക്റ്റീവിന് അവർ ഡിസംബർ 2024 ആ മാസം നടക്കുന്ന സംഭവങ്ങളോടനുബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ധൈര്യസമേതം മുന്നോട്ട് പോവുക. അതാണ് ആദ്യം. നിങ്ങൾക്ക് ധൈര്യം വേണം. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ഓക്കെ, ഈശ്വരനിൽ നല്ലോണം വിശ്വസിക്കുക, യൂണിവേഴ്സിൽ നല്ലോണം വിശ്വസിക്കുക. നിങ്ങൾ എന്ത് മാറ്റാണ് ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. വിശ്വാസത്തിനനുസരിച്ചാണ് ഫലം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വിശ്വാസത്തിനനുസരിച്ചാണ് ഫലം. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു കഴിഞ്ഞു പോയ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ പുതിയൊരു തുടക്കത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്, അല്ലേ? നിങ്ങളത് വളരെ വിജയകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങളെല്ലാ കഷ്ടപ്പാടുകളും, നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നല്ല, നിങ്ങൾ വിജയകരമായിട്ട് പുറത്തേക്ക് വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ സാധിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ വിജയകരമായിട്ട് അതൊക്കെ നേരിടാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിനെ വിഷമമുണ്ടാക്കിയ, സങ്കടമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു പോയി ഇല്ലേ? അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരിക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഓക്കെ, ഞാൻ കേൾക്കുന്നത് വീണ്ടും പൊടി തട്ടിയെടുക്കുക എന്നാണ്. അപ്പം ചിലപ്പോൾ ചില ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ലക്ഷ്യങ്ങളെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് വീണ്ടും നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങാൻ പറ്റിയ മാസമാണ്, ഏറ്റവും നല്ല മാസമാണ് ഡിസംബർ മാസം. അത് നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വിഷമം തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകൾ, അതുപോലെ തന്നെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷനും സ്ട്രെസ്സാണ് അനുഭവിക്കുന്നത് വെച്ചാൽ ആ വ്യക്തികൾ നിങ്ങൾക്ക് സ്ട്രെസ്സും നിങ്ങൾക്ക് ടെൻഷനും കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിന്നിരിക്കണം. ഇതൊന്നും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്, ഒരു കാരണവശാലും അനുവദിക്കരുത്. ഓക്കെ, നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനൊക്കെ തടഞ്ഞു നിർത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുക, ക്ഷമ കാണിക്കുക. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ പരിശ്രമിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഫലം കാണും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വേണം? ഒരു ക്ഷമ വേണം, ഒരു പേഷ്യൻസ് വേണം. കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ അത് അങ്ങനെ നടക്കും എന്ന ഉറച്ചൊരു വിശ്വാസവും വേണം.
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിൽ ഇരുന്നിട്ട് എങ്ങനെ ഈ ഭാഗത്ത് ഈ ഒരു സ്റ്റാഗ്നൻസിയിൽ പുറത്തേക്ക് വരാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളിപ്പോൾ ചിലപ്പോൾ വല്ല സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠനം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ചെയ്യുന്നുണ്ട് ഇല്ലേ, അതൊക്കെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്തിരിക്കണം. പിന്നെ ലാസ്റ്റ് കിട്ടിയ കാർഡാണ് എന്ത്, ക്യൂൻ ഓഫ് സോർഡ്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ആളുകളായിട്ട് ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന സംഭാഷണങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ, ചിന്തകൾ, ഇതിനെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഓക്കെ, ചിലപ്പോൾ ചില വ്യക്തികളാണ് അവരായിട്ട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യാൻ നിങ്ങൾ വിമുഖത കാണിക്കുക, നിങ്ങൾ പറയണം എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിലത്തെ ഇൻസെക്യൂരിറ്റിയാണ്. അവർ ചിലപ്പോൾ പറയും, ഓ നിനക്ക് അഹങ്കാരമാണ്, അങ്ങനെയാണ് എങ്ങനെയാണ്. കേൾക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സമാധാനമായിരിക്കണം നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഗുഡ് ലിസ്റ്റിൽ കയറാനല്ല നമ്മൾ ഈ ജന്മെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ എല്ലാവരെ കൊണ്ടും ദോഷം പറയിപ്പിക്കണം എന്നല്ല ഞാൻ പറയണേ. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ടെൻഡൻസി ഉണ്ട്, എന്ത്, നല്ല കുട്ടി, എല്ലാവരെയും കൂടെ നല്ല കുട്ടി എന്ന് പറയിക്കണം, നല്ല കുട്ടി എന്ന് പറയിക്കണം. ആ നല്ല കുട്ടി എന്ന് പറയിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാം. നമുക്ക് വേദന ഉണ്ടാക്കുന്ന, നമുക്കൊരു എന്താ പറയുക അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ അതിനോട് പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അങ്ങനത്തെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ പ്രവൃത്തികൾ, അതൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് നല്ല കുട്ടി എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്? അത് ചെയ്യരുത്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മളെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സ്വാർത്ഥരാവണം എന്നല്ല ഞാൻ പറയണേ. സ്വാർത്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന്, ഇതുപോലെ തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാണ്, പക്ഷേ അതിൽ മറ്റൊരാൾക്ക് ദോഷം വരും എന്നറിഞ്ഞാൽ പോലും നമ്മൾ അത് ചെയ്യണം. അതാണ് സ്വാർത്ഥത. കാരണം അവിടെ നമ്മൾ അവർക്ക് ദോഷം വന്നോട്ടെ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷേ എനിക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കുമല്ലോ, അതാണ് അവിടുത്തെ ചിന്ത. അതും മോശമാണ്. പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ, എന്നാൽ നിങ്ങൾക്കും ദോഷം വരാത്ത രീതിയിൽ ഉള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാണ് നിങ്ങളവിടെ. ഓക്കെ, ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ സ്ട്രെസ് കഴിഞ്ഞ് എന്താ കണ്ടിരിക്കണേ, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോയി കണ്ടിരിക്കണേ, അന്നേ പറഞ്ഞത് എങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ, അതൊക്കെ എല്ലാവർക്കും നടക്കണം എന്നുണ്ടോ, അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടായിരിക്കും. ഓക്കെ, പല പല ഡയലോഗുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അങ്ങോട്ട് കുറയ്ക്കുക. കാരണം അവരോട് സംസാരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആകെ പിന്നെ അസ്വസ്ഥതയാണ്, ഉറക്കമില്ല, ടെൻഷനായി. നമ്മൾ അതുവരെ ഒരു മനസ്സമാധാനത്തിലെത്തി നിന്നുണ്ടാവും. ഈശ്വരൻ എനിക്ക് കൊണ്ടുതരും, ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം എനിക്ക് കൊണ്ടുതരും, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിശ്വസിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇതൊന്നും നടക്കില്ല, നിങ്ങളുടെ മണ്ടത്തരാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ പകൽക്കിനാവ് കണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ കുറേ ഡയലോഗുകൾ പറയണത്. അതോടുകൂടെ നിങ്ങളുള്ള മനസ്സമാധാനം പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എനർജി ലോ വൈബ്രേഷനിലാവാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ, അങ്ങനത്തെ വ്യക്തികൾ, ചിന്തകൾ, സംഭാഷണങ്ങൾ, ഇതൊക്കെയായിട്ടൊരു വളരെ ഹെൽത്തിയും സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ടായിരിക്കണം. അതിരുകൾ നിങ്ങൾ ഇടേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, അവരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടാതിരിക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ എന്താ പറയുക, ചിലരുണ്ട് എൻ്റെ മനസ്സമാധാനം കളയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുപോലെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരു വിശ്വാസമുണ്ട്, എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ ആ ഒരു വിശ്വാസം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിനെ കെടുത്തുന്ന ഭയങ്കര പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ സിമ്പത്തൈസ് ചെയ്യാണ്, പക്ഷേ ആ സിമ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യയാണേ എന്താ ചെയ്യുക, ഇങ്ങനത്തെ കുറേ വർത്തമാനങ്ങളാണ്. അതും വളരെ ലോ വൈബ്രേഷനാണ്, നമുക്കൊന്നും കൂടെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ബന്ധുക്കളാണ്, എനിക്ക് അവരോട് സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്നല്ല, പക്ഷേ ഇവിടെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എൻ്റെ സമാധാനമാണ്, എൻ്റെ മനസ്സിൻ്റെ സമാധാനമാണ്. ഓക്കെ, ആ ഒരു മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഈ വ്യക്തികളുമായിട്ടൊക്കെ ഒരു അകലം പാലിച്ചിരിക്കുകയാണ്. ഞാൻ അവരെ അങ്ങനെ കാണാൻ പോകാറില്ല. എന്നാൽ അവരായിട്ട് ഒട്ടും കോൺടാക്റ്റ് ഇല്ല, മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയല്ല. സംസാരിക്കും എപ്പോഴെങ്കിലുമൊക്കെ ഫോണിലൂടെ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കും, അത്ര. ഞാൻ അവരുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് പോവാതിരിക്കുക. ഞാനത് കരുതി കൂട്ടി ഞാനത് എടുത്ത തീരുമാനമാണ്, കഠിനമായ തീരുമാനമാണ്. എൻ്റെ അച്ഛനമ്മമാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അവരുടെ കാര്യം പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, ഇതാണ് എനിക്ക് പിന്നെ മനസ്സമാധാനമില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാരൻസാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പാരൻസ്, എൻ്റെ സഹോദരങ്ങളാണെങ്കിലൊക്കെ വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവരതിന് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ തീരുമാനത്തിൽ നിന്ന് മാറരുത്. നിങ്ങളിൽ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം, വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ
നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യം നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഈശ്വരനിൽ നിങ്ങൾ വിശ്വസിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നു, ഒരു അവസരമൊക്കെ വരുന്നു, എല്ലാവരോടും പറയണ്ട. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുന്നത് എന്താണ്, പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞവരുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ പറയണം തോന്നും ഇല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്കിങ്ങനെ കിട്ടിയിട്ടോ, എനിക്ക് ഇപ്പോൾ ജോലിയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ടോ, ഇന്ന സ്ഥലത്ത് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടിയത് എന്ന് പറയാനൊരു ടെൻഡൻസി കൂടുതലാണ്. എന്തിനാണ്? അവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു എന്ന് അവരുടെ മുന്നിൽ ഒന്ന് കാണിക്കാനാണ്. ഒരു തരത്തിൽ നമ്മൾ അവരുടെ വാലിഡേഷനാണ് സീക്ക് ചെയ്യുന്നത് അവിടെ, അതിനാവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് നിങ്ങളിൽ തന്നെ നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള, അതായത് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് 100% വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് മാത്രം അത് ഷെയർ ചെയ്യാം. ബാക്കി അത് രഹസ്യമായിരുന്നു കേട്ടോ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1-ൻ്റെ ഡിസംബർ മാസത്തിൻ്റെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അവർക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യുന്ന, റെസനേറ്റ് ചെയ്യുന്ന ക്ലൂസ് എന്തൊക്കെയാണ് എടുത്ത് പറയണത്? ഡിസംബർ മാസത്തിൽ അവർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ, തീയതികൾ ഏതൊക്കെയാണെന്നും കൂടെ എടുത്ത് പറയണം. ഓക്കെ, നമുക്ക് അപ്പോൾ കുറച്ച് ക്ലൂസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് അറേഞ്ച് ചെയ്യാണ്. ഞാൻ അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്കൊരു മാസം, അതായത് മാസമല്ല, ഒരു കാലാവസ്ഥയാണ് കിട്ടിയിരിക്കുന്നത്, അതായത് മൺസൂൺ. അപ്പോൾ മഴക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിരിക്കാം കേട്ടോ. മഴക്കാലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച മാസം വരുന്നത് ഈ മഴക്കാലത്ത് ആയിരിക്കാം. പിന്നെ നമുക്ക് കുറച്ച് പറഞ്ഞ പോലെ ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 6, 7, 9, 19, 22, 23 ഈ തീയതികൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, സംഭാഷണങ്ങൾ, ആ ദിവസങ്ങൾ നിങ്ങൾ എന്തെങ്കിലും അവസരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി കുറച്ച് ഇനീഷ്യൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ D, പിന്നെ I, O, S, X. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അത്ര യൂറോപ്യൻ ലാംഗ്വേജിൽ വലിയ പ്രാവീണ്യമുള്ള ആളൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഈ വാക്ക് ഇങ്ങനെ ദിയോസ് എന്ന് കണ്ടപ്പോൾ സ്പാനിഷിലാന്ന് തോന്നുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതിന്, ഗാഡ് എന്ന് പറയുന്നതിൻ്റെ സ്പാനിഷ് വേർഡാണ് ദിയോസ് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കതാണ് ഓർമ്മ വന്നത്. ഞാനതിവിടെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലെങ്കിൽ അത് തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുക കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു, അപ്പോൾ ഈശ്വരൻ്റെ അത്രയും ഒരു പ്രസൻസ് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഡിസംബർ മാസം. പിന്നെ ഈ ഇനീഷ്യൽസ് DIOS X, ഇത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലായിരിക്കാം, നിങ്ങളുടെ മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഒക്കെ തുടങ്ങുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ലെറ്റേഴ്സ് കൊണ്ടായിരിക്കാം. പിന്നെ ഓക്കെ, പിന്നെ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ പേരിൽ ഉണ്ടാവാം. ഓക്കെ, അതും ഒരു സാധ്യതയുണ്ട്. ഇനീഷ്യൽസ് മാത്രമല്ല, നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എന്നിൽ നിന്ന് കൂടുതൽ പിക്കപ്പ് റീഡിങ്സ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ടൈം സ്റ്റാമ്പ്സിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇമെയിൽ ID അവിടെ കൊടുത്ത ഇമെയിൽ IDയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ
മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ റീഡിങ് വേണ്ടതെന്ന് എടുത്ത് പറയണം കേട്ടോ. അത് അപ്പോഴാണ് എനിക്ക് ഡോക്യുമെൻ്റ് അയക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡിഫോൾട്ടായിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ അയക്കുക. ഓക്കെ, ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളാണ് അയക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പറയാം. മലയാളത്തിലാണ് വേണ്ടത്, അതെടുത്ത് പറയണം. പിന്നെ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ മാസം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ ദിവസവും ശുഭകരമാവട്ടെ. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 2-ൻ്റെ കളക്റ്റീവിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. സത്യമാണ്, ഡെത്ത് ആൻഡ് റീബർത്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതായത് നിങ്ങളുടെ ഒരു പുനർജന്മം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാസമാണ് ഏത് ഡിസംബർ മാസം. നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ. നമ്മൾ വളരെ ഐശ്വര്യമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. എംപ്രസ്, സമൃദ്ധി നിറഞ്ഞ ഒരു മാസം. സമൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല. ഈ ഒരു കാർഡ് ഞാൻ കണ്ടിരുന്നത് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ, ഡെത്ത് ആൻഡ് റീബർത്ത്. ഇതൊരു പുതിയ തുടക്കമാണ്. ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ, അതായത് 2024 ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കമാണ്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും തോന്നുന്ന ഒരു പുനർജന്മം കിട്ടിയതാണ്. അങ്ങനത്തെ മാറ്റങ്ങളാണ് ഉണ്ടാവുക. സമൃദ്ധി എന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തരത്തിലുള്ള സമൃദ്ധിയാണ്. സാമ്പത്തികമായിട്ടുണ്ടായിരിക്കും, അല്ലാതെയും. ഓക്കെ, മാനസികമായിട്ട്, പിന്നെ എന്താ പറയുക, ഇമോഷണലി ഒക്കെ എല്ലാം കൊണ്ടും നമുക്ക് അത്രയും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു മാസം. പക്ഷെ ഇതൊരു തുടക്കമാണെന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ ഒരു തുടക്കമാണത്. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്തി ബൗണ്ടറി ഒക്കെ ആളുകളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നുണ്ട്. ഓക്കെ, ഈ 5 ഓഫ് സോർട്സ് എനർജി എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു സ്വസ്ഥത, എനിക്ക് നിങ്ങളിപ്പോഴും അതേ എനർജിയിലാണെന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ നടക്കും എന്നുള്ള ഒരു വിശ്വാസവും, അങ്ങനെ ആ ഒരു വിശ്വാസത്തോടുകൂടെ അതിൽ നിന്ന് വരുന്നൊരു സമാധാനമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള, പ്രത്യേകിച്ച് അങ്ങനത്തെ വ്യക്തികളെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ വർത്തമാനം പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ്ലി, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരെയൊക്കെ നിങ്ങൾ എതിർത്ത് നിൽക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വഴക്കിട്ട് നിൽക്കുക എന്നല്ല, അവരായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഓക്കെ, അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അത് ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങളൊരു ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് സമ്മതിക്കുന്നേ ഇല്ല. അവരുടെ ആ നെഗറ്റീവ് എനർജി നിങ്ങളെ എന്താ പറയുക, ഒരു തരത്തിലും അത്. ഓക്കെ, സോ ഐ ഹാഡ് ആൻ ഇൻറ്ററപ്ഷൻ. ഓക്കെ, സോറി. സോ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ തന്നെ നിങ്ങളതിനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് ഞാൻ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ ഞാൻ കാണുന്നത്. ക്ലാരിഫൈ ദ ലവേഴ്സ്. ഒരു വളരെ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു പുതിയ തുടക്കം, അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നൽകുന്ന ഒരു പുതിയ തുടക്കം. ഓക്കെ, അത് ചിലപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തായാലും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തുടക്കമാണത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള, അതായത് ചെറിയ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു കാര്യമല്ല, ജീവിതകാലത്തേക്ക് മൊത്തത്തിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും ഒരു ജോലിയാണെങ്കിലും സ്ഥിരം ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ,
റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയെയാണ് നിങ്ങളിവിടെ നോക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ടേമിലേക്കുള്ള ഒരു പാർട്ട്ണർ, അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ ആക്ഷൻസൊക്കെ എടുത്തിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ക്ഷമയോടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ നാൾ ചെയ്തതാണ്, കുറേ ക്ഷമിച്ചതാണ്. അതായത് ഒരുപാട് നാൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നു. ഓക്കെ, അതിൻ്റെ റിസൾട്ട് വരുന്നത് ഈ 2024 ഡിസംബർ മാസത്തിലാണ്. നിങ്ങളതുപോലെ തന്നെ മുൻപ് ഇപ്പോൾ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ നിങ്ങൾ മുന്നേ അനുഭവിച്ചിട്ടുള്ള വേദനകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, നിരാശകൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രമിച്ച് നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു ബന്ധം, ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, സംശയമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ്, ഒരു എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി ഒരു കരിയർ ആണെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന ഒരു ജോലി. ഓക്കെ, ഈ പുതിയ ഓക്കെ, അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ്, ഈ ഒരു പുതിയ തുടക്കത്തിനെ സംബന്ധിച്ചുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലാണ് ലഭിക്കുന്നത്. നിങ്ങളിലേക്കാണ് അത് വന്ന് ചേരണേ എന്ന് ഞാൻ കാണുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതായത് ഒരുപാട് ക്ലാരിഫൈ ദ 5 ഓഫ് വാൻഡ്സ്, ഒരു കോമ്പറ്റീറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്നെല്ലാം വളരെ വിജയിച്ച് പുറത്തേക്ക് വരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ മേഖലയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾ വളരെ വിജയകരമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് വരുന്ന, വളരെ ഒരു വിജയിയായിട്ട് മുന്നോട്ട് വരുന്ന മാസമാണ് ഡിസംബർ മാസം. ഓക്കെ, കുറേ എക്സൈറ്റ്മെൻറ്റ് കാണുന്നുണ്ട്, ആഘോഷങ്ങൾ കാണുന്നുണ്ട്. വളരെ എന്താ പറയുക, നിങ്ങൾ പെട്ടെന്നാണ് ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വേദനയോ വിഷമമുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിൽ നിങ്ങൾ വളരെ നേരെ ഓപ്പോസിറ്റാണ്. വളരെ എക്സൈറ്റഡ് ആയിരിക്കും, വളരെ സന്തോഷത്തിലായിരിക്കും, സമാധാനം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. Clarify the page of cups. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ കരിയർ ആണെങ്കിലും ഒരു കിങ് ഓഫ് കപ്സ് ആണ് എന്തായാലും വരുന്ന ആൾ. ഓക്കെ, ഈ ഒരു പുതിയ തുടക്കത്തിനായിട്ടുള്ള അവസരം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഒബ്വിയസ്ലി നമ്മൾക്ക് ഈ അവസരം നിങ്ങളിലേക്ക് എത്തുന്നത്. അത് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, മസ്കുലിൻ എനർജി. ഓക്കെ, അവർ വഴിയാണ് വരുന്നത്. ഇതൊരു നല്ല വാർത്തയാണ് എന്തായാലും നിങ്ങളെ എടുക്കുന്നത്. നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് ആ ഒരു വാർത്ത കിട്ടുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് സ്വയം തോന്നാണ് ഞാൻ ജയിച്ചു, ഞാൻ അവസാനം നേടിയെടുത്തു എന്ന ഒരു തോന്നലാണ് ഉണ്ടാവുക. അതാണ് ആ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ആ വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. ക്ലാരിഫൈ ദ ഡെവിൾ. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ന്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങളൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ നിങ്ങൾ അമിതമായിട്ടൊന്ന് സന്തോഷിക്കുക ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നാലെ. അപ്പം തന്നെ അതായത് ഇത് നടന്നില്ലെങ്കിലോ, പ്രശ്നങ്ങളാവുമോ, അല്ലെങ്കിൽ ഇത് വിചാരിച്ച പോലെ മുന്നോട്ട് പോകില്ല. അതായത് ഒരു നല്ല കാര്യം നടന്ന് നെക്സ്റ്റ് ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ സന്തോഷിക്കുക, നെക്സ്റ്റ് സെക്കൻഡ് തൊട്ട് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ അവസരങ്ങളൊന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനേ പറ്റാറില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ടെൻഷനാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ അതിനെയെല്ലാം, അങ്ങനത്തെ ചിന്തകൾ വന്നാൽ തന്നെ നിങ്ങൾ അതിനെല്ലാം തട്ടിക്കളഞ്ഞ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുമ്പോൾ, ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിനൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അതിനൊന്നും നിങ്ങൾ ഒരു ശ്രദ്ധ പോലും കൊടുക്കില്ല. കാരണം നിങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്, ഇത് നിങ്ങൾക്കുള്ളതാണെന്നും ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. Clarify the tower. ഓക്കെ, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പുരോഗതി ഉണ്ടാകുന്ന, വളരെ പെട്ടെന്ന് ഒരു പുരോഗതി ഉണ്ടാക്കുന്ന, വളരെ പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്തായാലും നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ കരിയർ, ഈ 2 മേഖലയിലാണ് എന്താ പറയുക വലിയൊരു മാറ്റത്തിന് തുടക്കാവുന്നത് ഈ ഒരു ന്യൂസ്.
വലിയ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണോ സിറ്റുവേഷൻ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി പുതിയൊരു അധ്യായം അല്ലെങ്കിൽ പുതിയ ഒരു റിയാലിറ്റി, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, പുതിയൊരു യാഥാർത്ഥ്യം അതാണ് കാണുന്നത്. പ്രോഗ്രസ് ആണ്. പക്ഷേ ടു ഓഫ് വൺസ് നമുക്ക് കിട്ടിയത് പ്രോഗ്രസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഇപ്പോഴേക്കും നിങ്ങളുടെ ഭാവിയിലേക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വളർച്ച, അതിനുള്ള തുടക്കമാണ് ഈ നിങ്ങളെ തേടിയെത്തുന്ന ഈ നല്ല വാർത്ത. നിങ്ങൾക്കത് ഇൻഡ്യൂറ്റീവ്ലി അറിയാനും പറ്റും. നിങ്ങൾക്കത് കിട്ടുമ്പോൾ അറിയാം, ഇത് എൻ്റെ ജീവിതം മാറ്റിമറിക്കും, ഇതെൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വന്നാൽ പോലും അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് സ്ട്രോങ്ങർ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അതിനൊക്കെ തട്ടിക്കളഞ്ഞ് ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ എന്താ പറയുക, ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് മുഴുവനായി അറിയണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെന്നാണ് കാണുന്നത്. പക്ഷെ ഇപ്പം അതല്ല. അങ്ങനെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈശ്വരനിൽ ധൈര്യമായി വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത്രയും ആത്മവിശ്വാസം ഉണ്ട് നിങ്ങളിൽ തന്നെ, നിങ്ങളിലുള്ള കഴിവുകളിൽ, നിങ്ങളിപ്പോൾ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ട്. ഇതൊരു വലിയ വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ പറയേണ്ടത്, ഒരുപാട് ഇപ്പോൾ ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു വളർച്ച, പുരോഗതി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളിലുള്ള ആത്മവിശ്വാസം, നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വളരെയധികം ഉയർത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഒരു കോൺഫിഡൻറ്റ് വേർഷനിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. പിന്നെ കൂടുതൽ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കും നിങ്ങൾ മാറുന്നുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കേണ്ടതായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. നിങ്ങൾക്ക് വളരെയധികം സമാധാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്കൊരു ടെൻഷനാണ്, ഇത് ഇനിയിപ്പോൾ വല്ല വിഷമമുള്ളത് ഉണ്ടാവുമോ, അങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോംഡ് ആയി നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ സ്വസ്ഥതയാണ് അനുഭവിക്കുന്നത്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. നിങ്ങൾ ഒരുപാട് റിലാക്സ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. Clarify the Knight of Cups. വേറെ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ഒരുപാടായിട്ട് ആഗ്രഹിച്ചിരുന്നത്, നിങ്ങളതിനെ കാത്തിരുന്നു എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് ഒരുപാട് ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, അതായത് ഈശ്വരൻ നീതി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടപ്പാക്കി എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണത്. എന്തിനെക്കുറിച്ചാണ് ഈ കമ്മ്യൂണിക്കേഷൻ? വളരെ പെട്ടെന്നാണ് ഇത് വരുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും അതിൽ നിന്നുണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞാലും വളരെ പെട്ടെന്നായിരിക്കും. ബ്രേക്ക് ത്രൂ ആണ് കാണുന്നത്. അതായത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു വിജയം എന്നൊക്കെ പറയില്ലേ, അല്ലേ? കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹെർമിറ്റ് മോഡിൽ അതാ കാണിക്കുക. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു നല്ല വാർത്ത എന്താണോ നിങ്ങളിലേക്ക് വരുന്നത്, ഈ ഒരു ബ്രേക്ക് ത്രൂ എന്താണോ അത് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെയധികം ഇമ്പ്രൂവ് ആവാൻ പോകുന്നൊരു മാസമാണ് ഡിസംബർ മാസം. പ്രത്യേകിച്ച് ആ ബ്രേക്ക് ത്രൂ ഫസ്റ്റ് തന്നെ കാണുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉയർച്ച മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും ഒരു ഒറ്റയ്ക്കാണ് ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും നിങ്ങൾക്ക് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റും ഡിസംബർ മാസത്തിൽ ഉണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതും ഞാൻ കാണുന്നുണ്ട്. Clarify the Two of Pentacles.
നിങ്ങൾ ഒരുപാട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളെ തന്നെ ഒരു കമ്പനി എൻജോയ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ആ സെൽഫ് ലവ്, സെൽഫ് കെയർ നിങ്ങൾ അത് വേണ്ടാന്ന് വെക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന ഒരു കാര്യം, നിങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഞാൻ അത് പറഞ്ഞു നോക്കിയത്, സമയം 44:44 അപ്പോൾ അത്രയും ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കളക്റ്റീവാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ്, ഒരു സ്വസ്ഥമായ ഒരു ജീവിതമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും, അതായത് ജീവിതം ഇനി അങ്ങോട്ട് നല്ലതാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക കൺഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ. ഡെഫിനറ്റ്ലി. ഓക്കെ, ഇത് ഒരു റിലേഷൻഷിപ്പും ആവാട്ടോ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ജീവിത പങ്കാളി. കാരണം നമുക്ക് ഇവിടെ കിങ് ഓഫ് കപ്സും താഴെ കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 ക്വീൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കായിരിക്കില്ല. ഡിസംബർ മാസം തൊട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു പൂർണ്ണത വന്നു എന്നൊരു തോന്നലുണ്ടാവും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ. ഓക്കെ, വളരെ ബാലൻസ്ഡ് ആയിട്ട് തോന്നുക, കംപ്ലീറ്റ് ആയിരുന്നൊരു തോന്നൽ അതുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പാർട്ട്ണർ, ആഗ്രഹിച്ച ആ ഒരു റിലേഷൻ അതാണ് വരുന്നത്. വളരെ ഈ പറയുന്ന പോലെ ഇതൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷനാണ് വരുന്നത്. പക്ഷെ അവർ കറക്റ്റ് നിങ്ങൾക്ക് ഈക്വലായിട്ട്, നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, വളരെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്കാണ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത്. പിന്നെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പാർട്ട്ണർ ആണ് വരുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടേറിയ സമയം നിങ്ങൾ മറന്നു കളയുക. ഓക്കെ, അത് കഴിഞ്ഞതാണ്, ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഡിസംബർ മാസം തൊട്ട് നിങ്ങൾ വേറൊരു റിയാലിറ്റിയിലാണ്, വേറൊരു യാഥാർത്ഥ്യത്തിലാണ്. അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, സ്വസ്ഥമായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഉന്നതിയുള്ള ആ ഒരു ജീവിതം കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് അണ്ടർലൈൻ എനർജി ടെമ്പറൻസ് ആണ്. അഗെയിൻ ആ ഒരു സ്വസ്ഥത, സമാധാനം. ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ കാത്തിരുന്നത്, ആ കാത്തിരുന്ന കാര്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന മാസമാണ് നിങ്ങളുടെ ഡിസംബർ മാസം. തുടക്കം തന്നെ നമുക്ക് എംപ്രസ് കാർഡായിരുന്നു അല്ലേ, അതിലിപ്പം തന്നെ പറയേണ്ടതൊന്നുമില്ല. ആക്ച്വലി അത്രയും ഞാൻ പറഞ്ഞില്ല, എല്ലാം കൊണ്ട് സമൃദ്ധി അനുഭവിക്കുന്ന ഒരു മാസം, സന്തോഷം അനുഭവിക്കുന്ന ഒരു മാസം ആണ് ഡിസംബർ മാസം. ഓക്കെ, എനിക്ക് വേറൊരു മെസ്സേജ് കിട്ടുന്നത്, നിങ്ങളിപ്പോൾ കുട്ടികൾ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നവരാരെങ്കിലും ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് കിട്ടാനൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എംപ്രസ് കാർഡിന് അങ്ങനെയും ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ്. നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. അതായത് ഈ ഡിസംബർ മാസം നിങ്ങളെങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം, ഇതിനെ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എന്ത് ഗൈഡൻസാണ് അവരുടെ ഡിസംബർ മാസം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അനുസ്പദമാക്കി, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നൽകാൻ ഉള്ളത്? ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ധൈര്യസമേതരിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. ആ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് ലഭിക്കും, ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതിനൊക്കെ എനിക്ക് അർഹതയുണ്ട്, ഞാനതിനായി ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ്, അങ്ങനത്തെ, മനസ്സിലായില്ലേ? അത്രയും ഒരു ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു മാസമാണ് ഡിസംബർ മാസം. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് ഒരു സഹായങ്ങളൊക്കെ ചിലർ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ മാസത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടോ. ഓക്കെ, ഇതിൻ്റെ കൊളാബറേഷനാണ് കാണുന്നത്. അതിനൊക്കെ നിങ്ങൾ അലൗ ചെയ്യുക. അവർ സഹായിക്കാനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുമായി കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിന് അനുവാദം നൽകേണ്ട ഒരു മാസമാണ്. ഒരുപാട് ചേഞ്ചസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, ആ ടവർ മൊമെൻ്റ് ഒരിക്കലും എന്താ പറയുക, ഈ പെട്ടെന്നുള്ള മാറ്റം പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അല്ലേ, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് പോസിറ്റീവാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്തുക, വിജയം വരിക്കുക, നേട്ടം ഉണ്ടാവുക. ഓക്കെ, വലിയ നേട്ടങ്ങൾ, അതായത് ആ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശസ്തി നേടിത്തരുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ്, അതാണ് വരുന്നത്. അതാണ് ഈ ടവർ മൊമെൻറ്റ് കൊണ്ടുവരുന്നത് വളരെ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ മാസങ്ങളായിട്ടുണ്ടാവും. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു കാര്യത്തിന് ആയിട്ട് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഒരു വർഷങ്ങളായിട്ട്, ചിലപ്പോൾ ഒരു വർഷമോ അതിന് കൂടുതലായിട്ട് നിങ്ങളിങ്ങനെ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു വീഡിയോ വൈറലാവുന്നു, അല്ലെങ്കിൽ റീൽ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽ വൈറലാവുന്നു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വൈറലാവുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഫോളോവേഴ്സ് വരികയാണ്. പിന്നെ നിങ്ങളങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ലൈം ലൈറ്റിലേക്ക് എത്തുക, മനസ്സിലായോ? നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ്സ് കൂടുന്നു. പിന്നെ അതുവഴി അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡീലുകൾ, പാർട്ട്ണർഷിപ്പ് ഡീൽ, ബിസിനസ് ഡീൽസൊക്കെ നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായി, അത് പെട്ടെന്നുള്ള മാറ്റമാണ്. എന്നാൽ നിങ്ങളത് ഇന്നലെ തുടങ്ങി ഇന്ന് നേടിയതാണോ? അല്ല, നിങ്ങൾ കുറേ നാളായി അതിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. നിങ്ങളപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, അത്രയും പവർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് എംബ്രേസ് ചെയ്യാൻ, അതിനെ മൊത്തത്തിൽ സ്വീകരിക്കാനായിട്ടും നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. ഈ മെസ്സേജ് എനിക്ക് എല്ലാ ഗ്രൂപ്പിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളെ സിമ്പതൈസ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ നന്നായി കാണുന്ന ആഗ്രഹമില്ല. ഞാൻ മുന്നേ റീഡിങ്ങിൽ, ഇംഗ്ലീഷിലുള്ള റീഡിങ്ങിലാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചിലർക്ക് നമ്മളെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയുക, സിമ്പതൈസ് ചെയ്യാൻ ഇഷ്ടം, സഹതപിക്കാനേ ഇഷ്ടമുള്ളൂ. നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ നന്നായല്ലോ എന്ന് വിചാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഏത് നിലയിലാണോ കിടക്കുന്നത് ആ നിലയിൽ തന്നെ തുടർന്ന് പോകണം എന്നവർ മനസ്സുകൊണ്ട് സബ്കോൺഷ്യസിലെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും നമ്മളെക്കുറിച്ച് സഹതപിക്കുന്ന എല്ലാവരും നമ്മൾക്ക് നല്ലത് വരണം, നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കില്ല. അത് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി, നമുക്ക് പ്രത്യേകിച്ച് മനസ്സിനൊരു കളങ്കമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തായാലും തോന്നുന്നത് അയ്യോ ഇത് പറയണം, എല്ലാവരോടും പറയണം. പ്രത്യേകിച്ച് നമ്മളെ കുറിച്ച് ആലോചിച്ച് സഹതപിച്ചിട്ടുള്ള ആളുകളോടൊക്കെ പറയണം. അവർക്ക് സന്തോഷമാവുമല്ലോ എന്നാണ് നമ്മുടെ ഉള്ളിലത്തെ ചിന്ത. സന്തോഷമാവില്ല, ചിലപ്പോൾ അവർക്ക് അസൂയാവും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളിൽ തന്നെ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണോ ചുറ്റുള്ളത്, അത് നിങ്ങൾക്ക് 100% ഉറപ്പ് ഈ ആൾക്ക് ഞാൻ നന്നായി കാണണം എന്ന് ശരിക്കും ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെയുള്ളവരോട് മാത്രം ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ പ്രശസ്തിയും നിങ്ങൾക്ക് ഈ ഒരു വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ, നിങ്ങളെ വേദനിപ്പിച്ച് പോയവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇത്തിരി താഴേക്ക് പോയപ്പോൾ നിങ്ങളെ വിമർശിച്ചവർ, നിങ്ങളെ കളിയാക്കിയവർ, അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛിച്ചവരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാനൊരു ശ്രമം നടത്തും. നിങ്ങൾ ഉപദ്രവിച്ചവരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തും. അതൊന്നും അനുവദിക്കേണ്ട. അവരെ നമ്മൾ ഉപേക്ഷിക്കാനും ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കാനും ഒരു കാരണം ഉണ്ടായിരുന്നു ഇല്ലേ? അതെന്താണെന്ന് മാത്രമൊന്നും ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ വലിയ മനസ്സിനുടമയായിട്ട് അവരോട് ക്ഷമിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനൊന്നും ദയവ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടാണ് അത്തരത്തിലുള്ള എനർജിയിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് റിയാലിറ്റി, നിങ്ങളുടെ ഈ കറണ്ട് വേർഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. വീണ്ടും പഴയപടി ആവരുത്. ഓക്കെ, പിന്നെ ഒരു റിന്യൂവൽ എനർജി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുനർജന്മം എന്നുള്ള ഒരു തരത്തിലുള്ള എനർജിയാണ് നിങ്ങൾക്ക്. അത് ഈശ്വരനായിട്ട് കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾ, നിങ്ങളുടെ ഈ പുനർജന്മം എന്ന് പറയുന്നതടക്കം നിങ്ങൾക്ക് യൂണിവേഴ്സ് അതൊക്കെ നിങ്ങളുടെ പ്ലാനിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ആർക്കും തട്ടിക്കളയാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഈശ്വരൻ്റെ പ്ലാനാണ് ഈ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു വളരെ കെയറിങ്, ആ ഒരു മദർലി നേച്ചർ, വളരെ ജെൻറ്റിലായിട്ടുള്ള ആ ഒരു നേച്ചർ, ഓക്കെ, ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെ ഉള്ള അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സൈഡ് നിങ്ങൾക്കുണ്ട്. ഈ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതലൊക്കെ കാണിക്കുന്നത്. അതാണോ പെണ്ണോ ആവാം, പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ട്. വളരെ മനസ്സിലാക്കി പെരുമാറുന്ന ആ ഒരു ബിഹേവിയർ, ആ ഒരു രീതി, അതൊരിക്കലും കൈമോശം വരരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ വളരെ മദർലി നേച്ചർ എന്ന് പറയുന്നത്, അത് നിങ്ങൾ എന്ത് വേണം, എല്ലാവരുടെ അടുത്തത് കാണിക്കരുത്. അത് നിങ്ങളുടെ ഒരു വലിയ സ്ട്രെങ്ത്താണ്.
ഓക്കെ. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതല്ല. ആരോടൊക്കെ നിങ്ങളുടെ ആ ഒരു വളരെ സോഫ്റ്റ് സൈഡ് കാണിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ. ആർക്കൊക്കെയാണ് അതിന് അർഹതയുള്ളത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, സെൽഫ് ലവ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ബന്ധപ്പെട്ടിട്ട് അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം. ഇതൊക്കെ നടന്നു നിങ്ങളുടെ ലൈഫിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു മാറ്റം നടന്നു, നല്ലൊരു എന്താ പറയേണ്ട ഒരു സന്തോഷം നിറഞ്ഞൊരു സമയം ഉണ്ടായി. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട എന്നല്ല, അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അതൊക്കെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണോ ഈശ്വരൻ കൊണ്ടുവരുന്നത്, കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, അത് അതേപടി സ്വീകരിക്കുക. അപ്പോൾ അത് ഒരു കാര്യം നടക്കുമ്പോൾ അടുത്ത് നടക്കാൻ ഒരു ധൃതിയൊന്നും കാണിക്കരുത്. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ടൈമിൽ അടുത്ത അനുഗ്രഹങ്ങൾ, അടുത്ത മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതങ്ങനെ നടക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിച്ച് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ ഉണ്ടായിന്ന് വരും, പ്രത്യേകിച്ച് ഓവർസീസ് യാത്രകൾ. ഓക്കെ, പ്ലെയിൻ യാത്രയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്, വിമാനയാത്ര കാണുന്നുണ്ട്, എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, അതിനൊക്കെ തയ്യാറായിട്ടിരിക്കുക. അതും പറയുന്നു, ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു മാസം നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പുരോഗതികളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അത് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ അത്രയും അതിൽ സന്തോഷിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾ അഭിമാനിക്കുകയും വേണം. നിങ്ങൾ ചെയ്ത നിങ്ങളുമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു യാഥാർത്ഥ്യത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വേണം. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ആ ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ ഈ പറയുന്ന നല്ല മാറ്റങ്ങളാണ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ എക്സൈറ്റഡ് ആവുക. ഓരോ മാറ്റങ്ങളും സംഭവിക്കുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആവണം, നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പുറത്തു വരുന്ന, അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്ന, ഞാൻ കേൾക്കുന്നത് ബഹുദൂരം എന്നാണ്, മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അപ്പോൾ അത് പരമാവധി എൻജോയ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഈ ഡിസംബർ 2024 അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് നൽകാൻ ഉള്ള ക്ലൂസ് എന്താണ്? പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലെ അവർക്ക് പ്രധാനപ്പെട്ട തീയതികൾ, ദിവസങ്ങൾ ഏതാണെന്നും കൂടെ പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാലാവസ്ഥകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഓട്ടം സീസൺ, ഫോൾ സീസൺ, പിന്നെ സ്പ്രിംഗ് സീസൺ. അപ്പോൾ ഈ ഓട്ടം സീസൺ അല്ലെങ്കിൽ ഫോൾ സീസൺ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു വിൻ്റർ സീസൺ ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം തുടങ്ങി, അപ്പോൾ ഈ ഒരു ഓട്ടം ഫോൾ സീസൺ തുടങ്ങി, ശിശിരകാലം തുടങ്ങി നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മാറ്റങ്ങൾ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അതതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ ഇനി നടക്കാൻ പോകുന്നത് ഈ ഒരു കാലാവസ്ഥയ്ക്കിടയിലാണ്. അതായത് ഓട്ടം സീസൺ തുടങ്ങി ശിശിരകാലത്തിനും വസന്തകാലത്തിനും ഇടയ്ക്കാണ് കാര്യമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെള്ളിയാഴ്ചയാണ്, ഒന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലേതെങ്കിലും ഒന്നാവും നിങ്ങൾ ജനിച്ച ദിവസം. ഓക്കെ, ഇനി കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 14, 19, 16, 20, 4, 15, 7 നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടാവാം. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലെ ഈ ദിവസങ്ങൾ, ഈ തീയതികൾ, ഈ 2 ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയും നമുക്ക് 2 മാസം കിട്ടിയിട്ടുണ്ട്, 3 മാസം അല്ല 4 മാസം കിട്ടിയിട്ടുണ്ട്. ജാനുവരി, മെയ്, ജൂൺ, പിന്നെ ഡിസംബർ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസംബർ മാസത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഡിസംബർ മാസം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഡിസംബർ മാസത്തിൽ ജനിച്ച ആളായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഈ ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വളരെ നിങ്ങൾ ഏത് കാലത്തും വളരെ സന്തോഷപൂർവ്വം ആലോചിക്കുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം. ആ ഒരു എനർജിയാണ് കേട്ടോ എനിക്ക് കാണുന്നത്. ഗൈഡൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ തരുന്ന ഗൈഡൻസസും പിന്നെ റീഡിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചില ഗൈഡൻസസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഈ മാറ്റങ്ങൾ കാണുക. ഓക്കെ, അതൊന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, കാര്യം നടക്കില്ല. കാരണം നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആവുന്നില്ല, നിങ്ങൾ യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് ഫോളോ ചെയ്യുന്നില്ല. അത് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജറ്റിക്കലി നിങ്ങൾ അലൈൻഡ് ആവുക. അപ്പോഴാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ കണ്ടു തുടങ്ങുക. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വയ്ക്കാം. ടാരോ റീഡിങ്സ് ഇപ്പം എൻ്റെ എന്നല്ല, ഏത് ടാരോ റീഡിങ് കേൾക്കുമ്പോഴും നമ്മൾ അതിലത്തെ ഗൈഡൻസസ് ഫോളോ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജനനമാസം ഉണ്ടായിരിക്കാം. ഇനി കുറച്ച് ഇനീഷ്യൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. SGW XKRM. ഓക്കെ, ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൻ്റെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം, നിങ്ങളുടെ മിഡിൽ നെയിമിൻ്റെ ആദ്യാക്ഷരം, നിങ്ങളുടെ ലാസ്റ്റ് നെയിമിൻ്റെ ആദ്യാക്ഷരമൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതെ, ഈ 3 ഇനീഷ്യൽസാണ് എനിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ചില ഗ്രൂപ്പിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പേരിൻ്റെ ഉള്ളിലുള്ള ലെറ്റേഴ്സും കാണും. പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് നെയിം, അല്ലെങ്കിൽ മിഡിൽ നെയിം, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം, അല്ലെങ്കിൽ ഈ 3ൻ്റെയും ഇനീഷ്യൽസ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്, നിങ്ങൾക്കായിട്ട് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിലും എന്നെ അറിയിക്കണം. ഇതുപോലുള്ള ടാരോ റീഡിങ്സ് എന്നിൽ നിന്ന് ഇനിയും കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഇത് രണ്ടിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയെടുത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ റീഡിങ് ആവശ്യപ്പെടുമ്പോൾ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ വേണ്ടതെന്ന് എടുത്ത് പറയണം. അപ്പോഴാണ് എനിക്ക് അതനുസരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലുള്ളതാണ് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങളത് എടുത്ത് പറയണം. മനസ്സിലായോ? നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിങ് കേട്ടിരുന്നതിനും നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് വളരെ നിങ്ങൾ അത്രയും വളരെ സന്തോഷപൂർവ്വം എന്നെന്നും ഓർക്കുന്ന ഒരു ഡിസംബർ 2024 ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ 2024 ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ 2024 ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നൊരു മാസമാണ് നിങ്ങളുടെ ഡിസംബർ മാസം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് അതൊരു ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചൊരു റിലേഷൻഷിപ്പ് അതെടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഒരു സോൾമേറ്റ് കണക്ഷൻ അത് നടക്കേണ്ട സമയം, അതായത് നിങ്ങൾ തമ്മിൽ കൺഫസ് ചെയ്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലാവേണ്ട സമയവും ഡിസംബർ മാസമാണ്. മനസ്സിലായോ? ഇത് വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിന് വേണ്ടി എന്താ പറയേണ്ടത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഫേം ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് മനസ്സിലാക്കി അതിന് മാറ്റങ്ങളൊക്കെ വരുത്തി. ഓക്കെ, അങ്ങനെ കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ബന്ധമാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഒരുപാട് ക്ഷമയോടെ കാത്തിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണതയിലെത്തുന്നത് ഈ ഒരു ഡിസംബർ മാസത്തിലാണ്. ഓക്കെ, ഈ കിങ് ഓഫ് വാൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ അവസാനിക്കുന്ന ഒരു മാസം, അതാണ് ഡിസംബർ മാസം. ഇപ്പോൾ ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയുടെ
എനർജി ഒരു പക്ഷേ എന്താ പറയണ്ടേ, ഫയർ സൈൻ ആയിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, വളരെ സ്മാർട്ടായിട്ടുള്ള, സ്മാർട്ട്നെസ് ഇൻ ദ സെൻസ് ടോക്കറ്റീവ്. ഓക്കെ, വളരെ എക്സ്ട്രോവേർഡ് എനർജിയുള്ള ഒരു വ്യക്തി. സ്മാർട്ട് അല്ല, കറക്റ്റ് വേർഡ്, എക്സ്ട്രോവേർഡ് എനർജിയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എവിടെ പോയാലും നിറയെ ഫ്രണ്ട്സ് ഉണ്ടാവുക, ഒരുപാട് സംസാരിക്കുക. ഓക്കെ, വളരെ ആക്റ്റീവായിട്ടുള്ള, സോഷ്യലി വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ എന്തായാലും ഇനി ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക, ഒരു വളരെ നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, clarify the King of Pentacles. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതി, സാമ്പത്തികമായിട്ടൊരു ഉന്നതി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ഈ ഡിസംബർ മാസത്തിൽ ഈ പറഞ്ഞ പോലെ വിജയങ്ങൾ കാണുന്നുണ്ട്, കുറച്ച് വിജയങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഉയരുന്നത്. ഓക്കെ, അതും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുക, അതൊക്കെ കാണുന്നു. നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ച അത്രയും നല്ലൊരു വളർച്ച, അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ വളർച്ച കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസിൽ നിൽക്കുന്നതിന് ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആക്കാൻ പ്രാപ്തിയുള്ള, അതായത് ഇപ്പോൾ അതൊരു ചിലപ്പോൾ നിങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്നൊരു ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ്സായിട്ട് വളർത്താൻ പൊട്ടൻഷ്യലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ നിന്നായിരിക്കാം. ഒരു എർത്ത് സൈൻ, മസ്കുലിൻ എനർജി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അവരിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടുന്നത്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ്, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലീകരിക്കാൻ. അവർ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, വളരെ ജനറസ്ലി ആണ് ഈ വ്യക്തി നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ. ഒരുപാട് വളർച്ച അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും യാത്ര അതായത് ഒരു മുന്നോട്ടുള്ള യാത്ര കാണുന്നു, ഒരു പുരോഗതി കാണുന്നു. കൂടാതെ നിങ്ങൾ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരുപാട് യാത്രകൾ കാണുന്നുണ്ട് ഈ ഒരു ഡിസംബർ മാസത്തിൽ. പൊതുവെ നല്ലൊരു എനർജിയാണ്, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹം. ഓക്കെ, ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു വലിയ ആഗ്രഹമാണത്. ആ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നിങ്ങൾക്കൊരുപാട് അബണ്ടൻസ് കൊണ്ടുതരുന്ന, നിങ്ങൾക്കൊരുപാട് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടൊരു ഉന്നതി, സമൃദ്ധിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല ജീവിതത്തിൽ ഒരു സമാധാന സ്വസ്ഥത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം, നിങ്ങൾ ഈ അത്രയും തീവ്രമായി ആഗ്രഹിച്ചൊരു കാര്യം ഡിസംബർ മാസത്തിൽ നടക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു എംപ്രസ് എനർജി ഞാൻ കാണുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. എംപ്രസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എംപ്രസിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ആൾക്ക് നന്നായി അറിയാം. ആൾ ഒരിക്കലും അതിന് പിന്നാലെ പോവില്ല. കൃത്യസമയത്ത് യൂണിവേഴ്സ് ആളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരും എന്ന ഒരു ആത്മവിശ്വാസം ആർക്കുണ്ട്? എംപ്രസിനുണ്ട്. അതുപോലെ തന്നെയാണ് എംപ്രസിന് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്താഗ്രഹിച്ചാൽ അതൊക്കെ എംപ്രസിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുക. ഓക്കെ, അതുപോലെയാണ് നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കുക, അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങളുടെ എനർജി ആകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് ഇരിക്കേണ്ടത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം കാണിച്ചു തരാൻ കണ്ടോ, എൻ്റെ ഡെക്കിനെ ഞാൻ റാൻഡംലി കട്ട് ചെയ്തതാണ്. ഇവിടെ എംപററാണ് ഉള്ളത്. അപ്പോൾ ആ ഡിവൈൻ കൗണ്ടർ പാർട്ടിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഒരു എനർജറ്റിക്കലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുടെ അത്രയും തീവ്രമായൊരു ആഗ്രഹം നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടേറിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു, ഒഫീഷ്യലി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സബലീകരിക്കുന്നത്. വളരെ നല്ലൊരു വാർത്ത, ഗുഡ് ന്യൂസ്. ഓക്കെ, നിങ്ങളിലേക്ക് വരും. നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് കിട്ടിയ കാർഡ് നോക്കൂ, സൺ കാർഡ്. ഹാപ്പിലി എവർ ആഫ്റ്റർ. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലേക്കും അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യം. ഓക്കെ, അതാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അതിതീവ്രമായ ഒരു ആഗ്രഹം നടക്കുന്ന ഒരു മാസം. പിന്നെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഉയർച്ച, ഒരു വളർച്ച,
ഒരു വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി, ഒരു റിലേഷൻഷിപ്പ് വൈസ് ഒരു വ്യക്തി വരുന്ന ഒരു മാസം, അതാണ് കാണുന്നത്. ഇതുവഴി ഈ ഒരു കാര്യം നടക്കുന്നതോടുകൂടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതോടുകൂടെ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് മുന്നോട്ട് പോകും. നിങ്ങൾ ഒരിക്കലും പിന്നെ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞു പോയ കാലത്ത് അനുഭവിച്ച വേദനകളെക്കുറിച്ചൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. അല്ലെങ്കിൽ ചിന്തിക്കാൻ സമയം തന്നെ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ജീവിതം അത്രയാണ് നന്നായിട്ട് മാറുന്നത്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ പിന്നേക്ക് പിന്നെ നടക്കുക, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കഴിഞ്ഞു പോയ വേദനിപ്പിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കില്ല, അല്ലേ? അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. ഇത് നിങ്ങൾക്കൊരു ഈസി ആയിട്ടുള്ള ഒരു യാത്രയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ചതിൽ നിന്നൊക്കെ അവസാനം ഈശ്വരൻ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഇത്രയും അനുഭവിച്ചു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ ലക്ഷ്യങ്ങളോ മറന്നില്ല, അതിനെ നിങ്ങൾ വിട്ട് കളഞ്ഞില്ല. അപ്പോൾ അതിനൊക്കെ ഈശ്വരൻ നൽകുന്ന ഒരു സമ്മാനമാണ് ഈ മാറ്റങ്ങൾ, ഈ ഡിസംബർ മാസത്തിലെ മാറ്റങ്ങൾ. ഓക്കെ, ഇനി നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു മാറ്റം വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു മാറ്റത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ, ഇനി അങ്ങോട്ട് വളരെ പീസ്ഫുൾ എനർജിയാണ്. നിങ്ങളുടെ എനർജിയും വളരെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, കുറേ കാർഡുകൾ വേണം, ഇത് എത്ര കാർഡുകൾ വേണം, ഇതെല്ലാം കൂടെ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനതുകൊണ്ട് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് വീണ്ടും തുടങ്ങാണ് കേട്ടോ. എന്തായാലും ഒഫീഷ്യലി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മുന്നോട്ട് പോകുന്ന, അതൊക്കെ അവസാനിച്ച്, ആ ഒരു അധ്യായം അവസാനിച്ച് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നൊരു മാസമാണ് നിങ്ങളുടെ ഡിസംബർ മാസം. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? താങ്ക് യു. മനസ്സിന് ഒരുപാട് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ സ്പിരിച്വലി വളരെ അവേക്കൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. 2 ഹാപ്പിലി എവർ ആഫ്റ്റർ, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കിട്ടിയിരിക്കണം സൺ കാർഡും 10 ഓഫ് കപ്സും ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒഫീഷ്യലി എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്ററിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ നിങ്ങൾ ഒഫീഷ്യലി ആ ഒരു ഫേസിലേക്ക്, ആ ഒരു അധ്യായത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, അത്യാവശ്യം താഴത്തൂടെയാണ് പോകുന്നത്. ശബ്ദം വളരെ സ്ട്രോങ് ആയി. ഞാൻ സാധാരണ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പോകാറുണ്ട്, കാരണം പ്ലെയിൻ എപ്പോഴും പോകുന്നൊരു വേ ആണ്, നമുക്കറിയാറുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ യാത്ര നിങ്ങൾക്കുണ്ട് കേട്ടോ, ചിലപ്പോൾ വിദേശയാത്ര ഉണ്ടാവാം, ഒരു സാധ്യത കാണുന്നു. പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ വളരെ ഒരുപാട് സ്നേഹം അനുഭവിക്കുന്ന ഒരു മാസം. ഓക്കെ, നല്ല നല്ല പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം. നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങളും നിങ്ങൾ എന്താ പറയുക, ആ ഒരു സ്നേഹവും കരുതലൊക്കെ മറ്റുള്ളവരോട് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങളോട് അത്രയും സ്നേഹവും കരുതലും ആ ഒരു എഫെക്ഷനും ഒക്കെ കാണിക്കുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം. പിന്നെ അഗെയിൻ റിലേഷൻഷിപ്പിൻ്റെ എനർജി വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഒരു ഗുഡ് പാർട്ട്ണർഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഒക്കെ ഉണ്ടെങ്കിൽ ആ ജോലി കിട്ടുന്നത് വഴി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു മാസമായിട്ടും കാണുന്നു ഈ ഒരു മാസത്തിനെ. നിങ്ങൾക്ക് എന്ത് ആവശ്യം, എന്ത് സഹായം വേണമെങ്കിലും ആളുകൾ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. ഓക്കെ, നിങ്ങളിങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാക്കാൻ ആളുകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമല്ലോ, എനിക്ക് ചെയ്യണമല്ലോ, അത് എങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വല്ല എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയും കുറിച്ചൊരു ഡീറ്റെയിൽസ് കിട്ടുക, അല്ലെങ്കിൽ അതിൽ ഓൾറെഡി അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് കോണ്ടാക്ട്, എങ്ങനെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു സൊല്യൂഷൻ വരികയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കിട്ടുന്നു. ഇത് പക്ഷേ മെയിനായിട്ട് ഞാൻ കാണുന്നത് കരിയറിലാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സ്വപ്നം കാണുന്നൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനം തരുന്നൊരു മാറ്റം കൂടിയാണത്. ആ മാറ്റം നടക്കുന്ന മാസമാണ് ഡിസംബർ മാസം. അതിലൂടെ നിങ്ങൾ ഫൈനാൻഷ്യലി, സാമ്പത്തികമായിട്ട് നിങ്ങൾ സ്വതന്ത്രരാവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ലൈഫ് നിങ്ങളുടെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവുന്നു. നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ, സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കൈവരുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ലൈം ലൈറ്റിലെത്തുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പോപ്പുലർ ആവുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, പക്ഷെ ഇതെല്ലാം
ഈ പറഞ്ഞ പോലെ വെറുതെ വരുന്നതല്ല. നിങ്ങൾ അതിനായിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ കിട്ടുന്നത്. പുറമേ നിൽക്കുന്നവർക്ക് തോന്നും എന്ത് ഭാഗ്യമാണ് അങ്ങനെ ഇരിക്കെ കിട്ടി. കാരണം ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതും നിങ്ങൾ അധ്വാനിച്ചതൊന്നും ഇവർ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു വളരെ സ്റ്റാഗ്നൻ്റ്, ഈ ഒരു ഏരിയയിൽ, ഈ ഒരു മേഖലയിൽ നിങ്ങൾ എന്തായാലും വളരെ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു കുറേ നാൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നതാണ്. നിങ്ങൾക്ക് വേഗം മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനീ പറഞ്ഞ പോലെ യൂണിവേഴ്സിനെ വിശ്വസിച്ച്, ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ നിന്ന ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ക്ഷമയോടെ കാത്തിരുന്നതാണ്. അപ്പോൾ ആ കാത്തിരുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഈ കാത്തിരുന്നതും നിങ്ങൾ അധ്വാനിച്ചതും ഒന്നും ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലരൊക്കെ പറയും എന്തൊരു ഭാഗ്യ, അങ്ങനെ ഇരിക്കലേ കിട്ടി, എന്താ സുഖം, ഇങ്ങനെയൊക്കെ വേണം കിട്ടാനൊക്കെ പറയണവർ പറയട്ടെ കേട്ടോ. നിങ്ങൾ അവിടെ പോയിട്ട് അത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാണ്ടാണ്, ഒന്നും പറയണ്ട, അവർ പറയട്ടെ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടും ആ കാത്തിരിപ്പും ഒക്കെ അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ ഒരു ജോലിയിലൂടെ, ഈ ഒരു അവസരത്തിലൂടെ. ജോലിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കുന്ന, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നേടിയെടുക്കുക വഴി നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവാണ്. അപ്പോൾ തന്നെ നല്ലൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങളെ അല്ലെങ്കിൽ കളിയാക്കിയ പുച്ഛിച്ച ആളുകളൊക്കെ ചിലപ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ നിങ്ങൾ വിജയിച്ച് നിൽക്കണമെന്ന് കാണുമ്പോൾ തിരിച്ച് വീണ്ടും സൗഹൃദത്തിലാവാനൊക്കെ ശ്രമിക്കും. ദയവേത് അതൊന്നും എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പിന്നെ ടെൻഷനുകൾ, ചിലപ്പോൾ സ്ട്രെസ്ഡ് ആവാനും സാധ്യതയുണ്ട്. അതായത് ഓവർവെൽഡ് ആയിട്ടാണ് ഇങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്ന നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, ഈശ്വരൻ എന്തെല്ലാം നടക്കണേ എന്നൊരു ഭയമാണ് ആദ്യം വരിക, സന്തോഷമല്ല വരിക. അത് നമ്മൾ വളർത്തിയെടുത്ത ഒരു രീതിയാണ് കേട്ടോ. നമുക്കങ്ങനെ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു രീതി അങ്ങനെയാണ്. ശ്രദ്ധിച്ചാൽ മതി, എന്ത് കാര്യങ്ങളും ഇങ്ങനെ ഒരു സന്തോഷം അധികം നാൾ നിൽക്കില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അധികം നാൾ നിൽക്കില്ല, അതിൽ അമിതമായിട്ട് സന്തോഷിക്കരുത്, അങ്ങനത്തെ ഒക്കെ കുറേ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സന്ദേശങ്ങളൊക്കെ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ വളർന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരു ടെൻഷൻ വരാൻ സാധ്യത. ഇതെന്തായാലും എല്ലാം നടക്കണോ, എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടാവോ? ഒട്ടും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോൺഷ്യസ്ലി നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് മാറുക, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത വരുമ്പോൾ ഇത് എൻ്റെ വെറും ചിന്തയാണ്, ഇത് ഞാൻ എൻ്റെ വെറും ഒരു ചിന്ത മാത്രമാണ്, അല്ലാതെ ഇതല്ല യാഥാർത്ഥ്യം എന്ന് സ്വയം പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഞാൻ വേറൊരു കാര്യം കാണുന്നത്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ബന്ധമാണ് വരുന്നത്. ഓക്കെ, ആ ആളാണ് വരുന്നത്. പക്ഷേ ആൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതിനെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നിൽക്കാം. അതിൽ നിന്ന് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളിപ്പോഴേ അതിനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ വരാതിരിക്കാനായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി എങ്ങോട്ടും പോകണില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഡിവൈൻ യൂണിയനാണ്, സംശയമില്ല. നമുക്ക് കൺഫർമേഷനെ കിട്ടിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഇത് മാരേജ് കാർഡാണ്, ഡിവൈൻ യൂണിയൻ കാർഡാണ്, 1111 കാർഡാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ആ നമ്പർ കാണുന്നുണ്ടാവും 1111. പ്രത്യേകിച്ച് നിങ്ങളുടെ എന്താ പറയുക, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ നമ്പർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നുണ്ടാവും, 1111. ഇതൊരു ഡിവൈൻ യൂണിയനാണ്. ഓക്കെ, ഇത് ഈശ്വരൻ വിധിച്ചിട്ടുള്ളതാണ്. ഇത് പറഞ്ഞ പോലെ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടണം എന്നുള്ളതും ഈ ഒരു എന്താ പറയണ്ടേ മാസം നടക്കേണ്ടതാണ്. ഓക്കെ, ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഒരു ടെൻഷൻ ഉണ്ടാക്കാനൊരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നിങ്ങളിങ്ങനെ ആകുന്ന ഒരു
ഈ ആൾ വരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുമ്പോൾ അതിനെ നിങ്ങളെ കോപ്പപ്പ് ചെയ്യാൻ, അതിനോട് നിങ്ങളൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരികയാണ്. ഓക്കെ, നിങ്ങൾ അത്രയും പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ്. അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും വളരെ നല്ലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ കാര്യം, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അതിലെന്തെങ്കിലും ഒരു പൊരുത്തക്കേടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുന്നൊരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം. ഓക്കെ, ഈ ഫസ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ റിലേഷൻഷിപ്പ് ചിലർക്ക് ആ വ്യക്തി തന്നെയാണ് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്. അത് രണ്ടും ഒരാൾ തന്നെയാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ കണക്ഷനും അതും ഒരാളെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ചിലർക്ക് അങ്ങനെ ആവില്ല കേട്ടോ. രണ്ട് എനർജി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, അല്ല നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സോൾമേറ്റ് ആണ് വരുന്നത്. അത് ഡിവൈൻ കൗണ്ടർ പാർട്ട് ആവണമെന്ന് നിർബന്ധം ഇല്ല. ക്ലാരിഫൈ ദ 7 of Swords. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടി ഒന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് ഒരു തേർഡ് പാർട്ടി എനർജി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലാരിഫൈ ദ 3 of Cups. പിന്നെ വേറൊരു മെസ്സേജ് ഇടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയാവും ചിലപ്പോൾ നിങ്ങളുടെ ഈ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളെ കണ്ടുമുട്ടുന്നതും. ഓക്കെ, അവർ വഴിയാണ് ഈ ഒരു ബന്ധം വരാനായിട്ട് സാധ്യത, ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ തന്നെ ഒരാൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്നൊരു എനർജിയും കാണുന്നുണ്ട്. അവരാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലായിട്ട് വരുന്നത്. ഓക്കെ, ഒരു റൊമാൻറ്റിക് പ്രപ്പോസലായിട്ട് വരുന്നത്. നിങ്ങൾ കറൻ്റ്ലി വളരെ ഒരു സോളിറ്റ്യൂഡ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി വരുന്നത് എന്ന് ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായ പേടികളൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പേടികൾ മാത്രമല്ല, അനാവശ്യമായ ഒരു എനർജീനെയും നിങ്ങൾ ഈ ഒരു മാസം ഒട്ടും പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കരുത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമയമാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ തിരിച്ചു വരാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ മുന്നേ പ്രണയബന്ധത്തിലായിട്ടുള്ള ആളുകൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ, ഓക്കെ, അതിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാനൊക്കെ ആയിട്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു പുതിയ കണക്ഷനിലേക്ക് കടക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി എങ്ങാനും അവരറിഞ്ഞിട്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങളതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതൊരു മെസ്സേജ് എനിക്ക് എക്സ്ട്രാ കിട്ടിയതാണ്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ഡിസംബർ 2024 എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ എന്താ പറയേണ്ട നിങ്ങൾക്ക് ഒരുപാട് വിഷമം നന്നിട്ടുള്ള അധ്യായങ്ങൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്ലാനിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് 2024 ഡിസംബർ മാസം. അപ്പോൾ ആ ടേണിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് അത് റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ആ മാറ്റം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം.
നിങ്ങളുടെ കഷ്ടപ്പാട് നിറഞ്ഞ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ മാസം കടന്നു പോയി, അല്ലെങ്കിൽ ആ സമയം, മാസം മാത്രമാവില്ല, ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട്, ഒരു വർഷം അതിനപ്പുറമായിട്ട് ഇരിക്കുന്നവരായിരിക്കാം, അത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് തുടക്കം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈശ്വരൻ്റെ പ്ലാനിൽ പൂർണ്ണമായും വിശ്വസിക്കേണ്ട ഒരു മാസമാണ്. ഈശ്വരൻ്റെ ടൈമിങ്, ഈശ്വരൻ്റെ ആ ഒരു പ്ലാനൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കുക. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആവുന്ന ഒരു മാസമാണ്. അപ്പോൾ ആ ഇൻറ്റ്യൂഷനെയും നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളായിട്ട് നല്ലൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണം എന്ന് തോന്നുന്നത് തുറന്ന് പറയണം. നിങ്ങൾക്ക് അങ്ങനെ ശക്തമായിട്ടൊരു എന്താ പറയുക തോന്നലുണ്ടാവും ചില സമയത്ത്, എനിക്ക് ഇവിടെ ഞാൻ പറയേണ്ടതാണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യുക. അത് മനസ്സിൽ വെച്ചിരിക്കാതെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് ഒബ്സർവൻ്റ് ആവുക ചുറ്റുമുള്ള ആളുകളെ കുറിച്ചിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലരൊന്നും നമ്മൾ നന്നാവണം എന്ന് പൂർണ്ണമായി ആഗ്രഹിച്ചിട്ടല്ല നമ്മളെക്കുറിച്ച് ആലോചിച്ച് സഹതപിക്കുന്നത്. അപ്പോൾ ആരാ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ആ ഒബ്സർവേഷൻ സ്കിൽസൊക്കെ ഒന്ന് പൊടിത്തട്ടെടുക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് കാര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ജീവിതത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ മറിയുന്നത്. അതിനൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടെ തന്നെ സ്വീകരിക്കുക, റെഡി ആയിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ആഘോഷിക്കണം എന്ന് തോന്നുന്ന തരത്തിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാം ഈ മാസം. ഓക്കെ, അങ്ങനത്തെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ, അങ്ങനത്തെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ ആഘോഷിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടാതെ ആഘോഷിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു നീതിയുണ്ട്, അതിലൊരു ന്യായമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന സഹായങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യലി ബന്ധപ്പെട്ടിട്ടോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷന് ഒരു പുരോഗതി കൊണ്ടുവരാൻ ആയിട്ട് എന്ത് സഹായങ്ങളും, ചിലപ്പോൾ ഗൈഡൻസോ ആയിരിക്കാം, സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫർ, ഒരു പുതിയ അവസരം തന്നെ തരുന്നതായിരിക്കാം. അങ്ങനെ വരുന്ന അവസരങ്ങളെയോ ഗൈഡൻസിനെയോ സപ്പോർട്ടിനെയോ സ്വീകരിക്കണം. അതിനൊരിക്കലും തള്ളിക്കളയരുത്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ക്ലൂസ് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3-ക്ക് ഉള്ള ക്ലൂസ്? അവരുടെ ഡിസംബർ 2024 അതെങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസംബർ മാസത്തിൽ അവരുടെ പ്രധാനപ്പെട്ട തീയതികൾ, ദിവസങ്ങൾ, പിന്നെ അവരുമായി കണക്ട് ചെയ്യുന്ന ബാക്കി ക്ലൂസ് എന്തൊക്കെയാണ്? ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എടുത്ത് പറഞ്ഞ് ഞാൻ 3 ഗ്രൂപ്പിലാണ് എടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ദിവസങ്ങൾ വന്നിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഞാനത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് സോഡിയാക് സൈനുകളാണ്. ഏരീസ്, കാപ്രിക്കോൺ, ലിബ്ര, ജെമിനായി. നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈൻസ് ഇത് പറഞ്ഞ 4 സൈനുകളിൽ ഏതെങ്കിലും ഒന്നാവാട്ടോ. കാപ്രിക്കോണോ, ഏരീസോ, ലിബ്രയോ, ജെമിനായോ ഒക്കെ ആയിരിക്കാം. 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മാസം, നവംബർ മാസം. ഈ ഒക്ടോബർ മാസം, നവംബർ മാസം നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒക്ടോബർ, നവംബർ മാസത്തിൽ തുടങ്ങി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതും ഒരു ക്ലൂ തന്നെയാണ്, എക്സ്ട്രാ കൺഫർമേഷനാണ്. പിന്നെ നമുക്ക് 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, പിന്നെ ശനിയാഴ്ച. ഈ 3 ദിവസങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 2, 3, 5, 7, 29, 30. ഈ ദിവസങ്ങൾ, ഈ തീയതികൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. C, J, K, S, W. ഓക്കെ, ഈ കാണുന്ന ലെറ്റേഴ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലെറ്റർ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ആദ്യത്തെ പേര് തുടങ്ങുന്ന ആദ്യാക്ഷരം, അല്ലെങ്കിൽ നിങ്ങളുടെ മിഡിൽ നെയിമിൻ്റെ ആദ്യാക്ഷരം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് നെയിമിൻ്റെ ആദ്യാക്ഷരം ഇതിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ പേരിൽ ഈ കാണുന്ന ലെറ്റേഴ്സ് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാകാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ഡിസംബർ 2024 കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഗൈഡൻസ്. പിന്നെ കരിയർ, ലവ് ലൈഫ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാനത് ഇട്ടത്.
അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി അത് കാണുക. ഓക്കെ, അത് അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഈ ഡിസംബർ മാസത്തിൽ എന്നുള്ളത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു ഡിസംബർ 2024 ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഈ ഒരു റീഡിങ് കേട്ടിരുന്നതിനും നിങ്ങളുടെ ഈ റീഡിങ്ങിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ഒരു സാന്നിധ്യം അറിയിച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യണം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. റീഡിങ് വേണമെന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഏത് ലാംഗ്വേജിലാണെന്നും കൂടെ പറയണം. മലയാളത്തിലാണെങ്കിൽ അത് എടുത്ത് പറയണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഞാൻ അയച്ചു തരിക. മലയാളത്തിൽ വേണം എന്ന് പറയുമ്പോഴാണ് മലയാളത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഞാൻ അയച്ചു തരുള്ളൂ. പിന്നെ ഇതുപോലുള്ള ടാരോ റീഡിങ്സ് നിങ്ങൾക്ക് ഇനിയും എന്നിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇനിയും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.